ഒരു പാരന്റ്, സാധാരണ ഒരു പാരന്റ്, ആ പാരന്റ് നിങ്ങൾ എന്തിനാ സ്കൂൾ ഓഫ് ഖുറാനിലെ കൂട്ടിൽ ചേർത്ത് തന്നെയാണ് സാധാരണ മദ്രസ ചേർത്തിയാൽ പോരെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഊന്നൽ നൽകിയിട്ട് നമുക്ക് ഇതിന്റെ റീപ്ലൈ കൊടുക്കാൻ പറ്റും? സാധാരണ മദ്രസകൾ എന്ന് പറയുന്നത് ഡെയിലി നടക്കുന്ന എന്നുള്ള ഒരു ഗുണമുണ്ടെങ്കിലും സ്കൂൾ ഓഫ് ഖുറാൻ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഖുറാൻ പഠിക്കാനുള്ള രീതികൾ, അതുപോലെ ഖുറാൻ ട്രാക്കർ പോലെയുള്ള അതൊക്കെ വെച്ചുകൊണ്ട് കൃത്യമായുള്ള ഫോളോ അപ്പുകൾ, അതുപോലെ വാട്സപ്പ് വെച്ചുകൊണ്ട് അതിൻ്റെ ടീച്ചേഴ്സിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ആ രീതിയിലുള്ള അവിടെ ഒരുപാട് മീറ്റിങ്ങുകളാണ്. ഒരു സ്കൂൾ ഓഫ് ഖുറാൻ നടത്താൻ വേണ്ടിയിട്ട് അവിടെ ടീച്ചേഴ്സിൻ്റെ മീറ്റിംഗ് ഓരോ ദിവസവും ആഴ്ചകളിലും ഒരുപാട് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ വെച്ച് കൃത്യമായി ഒരു എന്താ പറയുക കുട്ടികളെ ഓരോരുത്തരും ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ രക്ഷിതാക്കളെയും അതിൻ്റെ കൂടെ തന്നെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കുള്ള പേരൻസിൻ്റെ ഇവാലുവേഷനും കൂടി കൂടുതൽ നടത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമാകൊണ്ട് മദ്രസനേക്കാളും കൂടുതൽ ഇഫക്റ്റീവായിട്ട് നമ്മുടെ എന്താണ് കൂടുതൽ ദീനിയായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിന്റെ പിന്നിൽ എണ്ണയിട്ട യന്ത്രം പോലെ വേറൊരു ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, എണ്ണയിട്ട യന്ത്രം പോലെ ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അത് സ്റ്റേറ്റ് മുതൽ എല്ലാ ടീമും എല്ലാം കൃത്യമായി ഇടപെട്ടുകൊണ്ടും അതിൻ്റെ ഓരോ ഘട്ടത്തിലും എന്തൊക്കെ പുതുതായി വേണ്ടത് ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ നൂറാനി കായിക അതിൻ്റെ ഒരു ഉദാഹരണം. ആദ്യം അതില്ലായിരുന്നു, പിന്നീട് അതും കൂടി വേണം കുട്ടികൾക്ക് ഈ തെജീവിതുമായി അനുസരിച്ചുള്ള വേണം എന്നിട്ട് നൂറാനി കായിക പോലത്തെയുള്ള സംവിധാനങ്ങൾ തുടങ്ങി. അതുപോലെ ഓരോ പ്രാവശ്യവും പുതിയ പുതിയ അപ്ഡേഷനൊക്കെ വന്ന് കൃത്യമായി വലിയൊരു സിസ്റ്റമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് സ്കൂൾ ഓഫ് ഖുറാൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടിട്ടുള്ളത്.